രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസികയായ രാജഹംസ് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്ന മാസികയാണെന്നും സംവാദാത്മകമാണ് സമൂഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മാസികയിലുണ്ടാകും. എന്നാൽ വിരുദ്ധ അഭിപ്രായം സർക്കാരിനെ അലോസരപ്പെടുത്തുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്ഭവൻ എന്നത് ലോക് ഭവൻ എന്ന് മാറ്റണമെന്ന് ചടങ്ങിൽ സംസാരിച്ച ശശി തരൂർ MP അഭിപ്രായപ്പെട്ടു. ആവശ്യം താൻ നേരത്തെ മുന്നോട്ട് വെച്ചതാണെന്നായിരുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ പ്രതികരണം. ഇവിടെ പ്രകാശനം ചെയ്യുന്ന രാജഹംസ് ആദ്യ പതിപ്പിൽ തന്നെ ആർട്ടിക്കിൾ 200 എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കൊണോഡ്രം എന്ന ശീർഷകത്തിലുള്ള ഒരു ലേഖനമുണ്ട്. ഇതിൽ ഭരണഘടനയുടെ 200-ാം വകുപ്പ്, ഗവർണറുടെ അധികാരങ്ങൾ, നിയമസഭയുടെ അധികാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം സർക്കാരിൻ്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാവാം. അത് വരുന്നത് രാജ്ഭവൻ്റെ ഔദ്യോഗിക ജേണലിലാണ് എന്നതുകൊണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതുപോലെ പങ്കിടുന്നു എന്ന് ആരും കരുതേണ്ടതില്ല. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, പറയൂ. രോഹിണി, തീർച്ചയായും രാജ്ഭവനിലാണ് അല്പസമയം മുൻപ് ഈ പരിപാടി നടന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സംഘടിപ്പിക്കുന്ന പരിപാടിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തത്. ശശി തരൂർ MP ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികളുണ്ടായിരുന്നു. ഈ മാസിക രാജ്ഭവനിലെ ഇൻഹൗസ് ജേണലായ രാജഹംസിന്റെ പ്രകാശന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും മാസിക ശശി തരൂർ MP ഏറ്റുവാങ്ങിയായിരുന്നു. പ്രസംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ശശി തരൂർ MP വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. അതായത് രാജ്ഭവനും സർക്കാരും തമ്മിൽ കൃത്യമായൊരു പാലമുണ്ട്. അതിനെല്ലാ തരത്തിലുള്ള പിന്തുണയും രാജ്ഭവൻ സർക്കാരിന് നൽകുന്നു എന്നൊരു കാര്യം കൂടി ശശി തരൂർ MP പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭദ്രദീപം കൊളുത്തിയാണ് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ തന്നെയായിരുന്നു പ്രധാനമായും ഈ കാര്യങ്ങളൊക്കെ തന്നെയും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഒരു രാജ്ഭവനിലും ഇത്തരത്തിലൊരു മാസികകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവില്ല. ആളുകൾക്ക് ഏറ്റവും പ്രയോജനകരമാകുന്ന തരത്തിലാണ് രാജ്ഭവന്റെ പ്രവർത്തനങ്ങൾ എന്നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ആ വേദിയിൽ പ്രസംഗിച്ചു എന്നത് തന്നെയാണ്. അതിനുശേഷം ഗവർണർ പ്രസംഗിക്കുകയും തുടർന്ന് ശശി തരൂർ MP മുന്നോട്ട് വെച്ച ആശയങ്ങളോട് തനിക്കും യോജിപ്പുണ്ട് എന്ന കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും അല്പസമയം മുൻപാണ് ഈ പരിപാടി നടന്നത്. രോഹിണി, ശരി. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.